വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുൾ ബാക്ക് ഡീറ്റെയിലിങ്ങിൻ്റെ ഇത് പാർട്ട് 1, പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട്. പുൾ ബാക്ക് എങ്ങനെയാണ്, അതിൻ്റെ യൂസസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ സർട്ടൻ സെനാരിയോയിൽ നമ്മൾ പുൾ ബാക്ക് യൂസ് ചെയ്തില്ല. അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മളൊരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡെഫിനിഷനെ തന്നെ ഫോളോ ചെയ്ത് നമ്മൾ പോകണം. അപ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. സോ നമ്മൾ നോക്കാൻ പോകുന്ന ബജാജ് ഓട്ടോയ്ക്കകത്തെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇതൊരു ബുള്ളിഷ് മോഡൽ സെറ്റപ്പ് ആണല്ലോ. അപ്പം ബെയറിഷ് മോഡലിന് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ നോക്കുന്നത്. ബെയറിഷ് താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ അത് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം ബുള്ളിഷ് സെനാരിയോയിൽ നമുക്ക് പുൾ ബാക്ക് നോക്കിപ്പോകാം. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഇൻ കേസ് എന്ത് സംഭവിച്ചു, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രൈസ് ഒരു സബ്സ്റ്റാൻഷ്യൽ കറക്ഷൻ നടന്നു. പക്ഷേ ഇത് 3 ക്യാൻഡിൽ സെറ്റപ്പിന് ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 ക്യാൻഡിലിന് നമുക്കിവിടെ ക്വാളിഫൈ ചെയ്യുന്നില്ല. കാരണം എന്താണ്, 3 ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ 3 ക്യാൻഡിൽ ഈവൻ ദ ഹൈ ഫോം ചെയ്തേക്കുന്ന ക്യാൻഡിൽ ഇവിടെ ഒരു ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ ബോഡി ടു ബോഡി ലെവലാണ്. ഇൻ കേസ് ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴെ, അതായത് ഇങ്ങനെ 3 ബോഡി ആയിട്ട് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്കത് 3 ക്യാൻഡിലാണെന്ന് കൺസിഡർ ചെയ്യാമായിരുന്നു. ഈവൻ ദിസ് ഗ്രീൻ ക്യാൻഡിൽ, ഒരു ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഇതും ഈ രണ്ട് റെഡും ഇതും കൂടെ കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ബോഡി താഴെ ആയിരുന്നെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാമായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കൺഫർമേഷൻ എടുക്കാം. ബിക്കോസ് ഇവിടെ സബ്സ്റ്റാൻഷ്യൽ പ്രൈസ് ഡിക്രീസ് നടന്നിരിക്കുന്നു, അല്ലേ? പ്രൈസ് നല്ലപോലെ ഒരു കറക്ഷണൽ മൂവ് നടന്നിരിക്കുന്നു. അപ്പം നമുക്ക് ചോദിക്കാം, കറക്ഷണൽ മൂവ് പ്രൈസിന് നടന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല? സോ നമ്മളുടെ 3 ക്യാൻഡിൽ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 3 ക്യാൻഡിൽ അതിൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. അത് ഇവിടെ 419 രൂപ ഓൾറെഡി കറക്ഷണൽ മൂവ് നടന്നു. ഇതിന് അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽസിൻ്റെ എല്ലാം ലോ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്നാലും നമ്മൾ ഇതിനെ 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈവൻ ഗ്രീൻ 1, റെഡ് അതിൻ്റെ താഴെ രണ്ടാമത്തെ വന്നു, മൂന്നാമത്തെ ഈ ബിഗ് റെഡ് അതിൻ്റെ താഴെ വരുവായിരുന്നെങ്കിൽ നമുക്കിത് തീർച്ചയായിട്ടും 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പിന് നമുക്ക് കണക്ക് കൂട്ടാമായിരുന്നു. പക്ഷേ നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. സോ നമുക്കിവിടെ സംബന്ധിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇല്ല. സോ ഫസ്റ്റ് പുൾ ബാക്ക് ആക്ച്വലി ഇവിടെയാണ് കിടക്കുന്നത്. ഇതുണ്ടോ, ഈ റെഡിൻ്റെ മുകളിലത്തെ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. സോ നമ്മൾ നോക്കുന്നത് എന്താണ് ആക്ച്വലി, ഇപ്പോഴും പലർക്കും ഇത് ഈ വീഡിയോ പ്രോപ്പറായിട്ട് നിങ്ങൾ കാണാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു. എന്താണ് ഈ പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സിമ്പിൾ സെനാരിയോയിൽ നോക്കുന്നത് എന്താണ്? സോ ഇവിടെ നമ്മൾ ഇതിനകത്ത് മാത്രം കൺഫ്യൂഷൻ ആകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഒരു ക്യാൻഡിൽ പോകുന്നു, രണ്ടാമത്തെ ക്യാൻഡിൽ പോകുന്നു, മൂന്നാമത്തെ ക്യാൻഡിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നു. സോ ഇതൊരു പുൾ ബാക്ക്. അതിനുശേഷം പ്രൈസ് ബുള്ളിഷ് സെറ്റപ്പിൽ പ്രൈസ് ഇവിടെ നിന്ന് താഴേക്ക് പോകരുത്, പകരം മുകളിലേക്ക് ഹെഡ് ചെയ്തോണം. മുകളിലേക്ക് ഹെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഇതായിരുന്നു റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഹൈ. അത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഇതും ഒരു പുൾ ബാക്കാണ്. നമ്മളെ സംബന്ധിച്ച് ഇതും ഒരു പുൾ ബാക്കാണ്. അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകണം. സോ റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ വീണ്ടും പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു സബ്സിക്വൻറ്റ് സെല്ലിംഗ് വരുവാണ്. ഇതും നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്കാണ്. സോ പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഇങ്ങനെ പോകണം. സോ ഹൈ ബ്രേക്ക് ഇതിന് ശേഷം ഇങ്ങനെ പോയി. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഒരു ലോങ് ഡിസ്റ്റൻസിൽ പ്രൈസ് വീണ്ടും കറക്ഷണൽ മൂവ് വരുന്നു. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്കാണ്. സോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ബേസിക്കലി. ഹൈ കട്ട് ചെയ്യുന്നു, ലോ ബ്രേക്ക് ചെയ്യുന്നു, ഹൈ കട്ട് ചെയ്യുന്നു, ലോ ബ്രേക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇതിനകത്ത് ചില അഡീഷണൽ കൺഫർമേഷൻസ് നമുക്ക് പ്രൈസിൻ്റെ മൊമെൻറ്റം ഡിസൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് എല്ലാ പുൾ ബാക്കും വേണ്ടത്. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഇതായിരുന്നു നമ്മുടെ ഹൈ വന്നിരിക്കുന്ന ഇത്. അപ്പോൾ ഇതിന് താഴെയാണ് പ്രൈസ് ആക്ഷൻ പിന്നീടുള്ള സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നോടം വരെ ഇനി പുൾ ബാക്ക് ഇല്ല. സോ അടുത്ത ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. സോ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. സോ പുൾ ബാക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പ്രീവിയസ് 3 സെറ്റ് ഓഫ് വീഡിയോസ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. 3 വീഡിയോസും പല പ്രാവശ്യം ഇരുന്ന് കണ്ട് മനസ്സിലാക്കി ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. സെയിം ചാർട്ട് എടുത്ത് നോക്കിയോ, ബജാജ് ഓട്ടോ എങ്ങനെയാണ് എനിക്ക് ഈ പുൾ ബാക്ക് കിട്ടിയത്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ പുൾ ബാക്ക് കിട്ടുന്നില്ലെങ്കിൽ സംതിങ് ഈസ് റോങ് എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു പുൾ ബാക്ക് മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു, ഇവിടെ ആ പുൾ ബാക്ക് ഇത് നമ്മളെ സംബന്ധിച്ചൊരു വാലിഡ് പുൾ ബാക്ക്. ആ പുൾ ബാക്ക് ഇവിടെ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ മിറ്റിഗേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പുൾ ബാക്ക് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന മിറ്റിഗേറ്റ് പുൾ ബാക്ക് എന്നാണ്. അപ്പോൾ മിറ്റിഗേറ്റഡ് പുൾ ബാക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത് മിറ്റിഗേഷൻ നടക്കാത്ത പുൾ ബാക്കാണ് നമുക്ക് വേണ്ടത്. ബിക്കോസ് പ്രൈസ് ആക്ഷൻ ഓൾവേസ് റെസ്പെക്ടിങ് ദിസ് ലൈൻ ഓൺ ദ ഫസ്റ്റ് മൂവ്. അതാണ് ആദ്യത്തെ മൂവിൽ തന്നെ പ്രൈസ് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വരുമ്പം ഇമ്മീഡിയറ്റ്ലി വി ഗെറ്റ് ഇൻ ടു ദ എൻട്രി. അതാണ് അതിനകത്തെ കാര്യം. സോ ഇവിടെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നെക്സ്റ്റ് ടൈം മിറ്റിഗേഷൻ നടക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രൈസിൻ്റെ എൻട്രി ലെവൽ നമ്മളുടെ ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ടൈം മേ ബി നമ്മൾ കുറച്ചൊരു ജമ്പ് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ബിക്കോസ് നമുക്കറിയാം ദിസ് ഏരിയ ഈസ് ഗോയിങ് ടു ബി എ എക്സലൻറ്റ് ഏരിയ വെയർ പ്രൈസ് വിൽ ബൗൺസ് ലൈക്ക് എ ബോൾ എന്ന് നമുക്ക് ചിന്തിക്കാം. അതേസമയം
രണ്ടാമത്തെ സമയം മിറ്റിഗേറ്റ് ചെയ്യാൻ വരുമ്പോൾ മേ ബി ആ പ്രൈസ് അതിലും താഴെ പോയെന്നിരിക്കാം. അപ്പോൾ ഇതിന് വേറെ കുറച്ചുകൂടെ കൺഫർമേറ്റീവ് എൻട്രി ടെക്നിക്സ് ഉണ്ട്. അത് സബ്സിക്വൻറ്റ് ലെസൺസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മിറ്റിഗേറ്റഡ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ പോയി പ്രീവിയസ് ചാർട്ട് എടുത്ത് വെച്ചിട്ട് ഇവിടെ ഓൾറെഡി മിറ്റിഗേറ്റഡ്, സപ്പോസ് ഇവിടെ മിറ്റിഗേറ്റഡ് പുൾ ബാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് സപ്പോസ് ഇവിടെ വന്നു. അപ്പം ഈ പ്രൈസ് ആക്ഷൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഈ പ്രൈസ് ആക്ഷൻ സപ്പോസ് ഇവിടെ വന്ന് ഇത് മിറ്റിഗേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുമ്പം ഇവിടെ ഓൾറെഡി 2-3 ടൈംസ് ഇവിടെ ഈ പർട്ടിക്കുലർ പുൾ ബാക്ക് മിറ്റിഗേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിന് അത്രയും സ്ട്രെങ്ത് ഇല്ല. സോ ഈ സ്ട്രെങ്ത് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ആക്ടിവിറ്റി നമ്മൾ പെൻഡിങ് വെക്കും. സോ ഇതൊരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ലൈൻ ആണെങ്കിൽ നമ്മളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാണ് മിറ്റിഗേറ്റഡ് പുൾ ബാക്കും മിറ്റിഗേറ്റ് ചെയ്യാതിരിക്കുന്ന പുൾ ബാക്കും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഇവിടെ ഇനി നമ്മൾ നോക്കുന്നത്, അപ്പം ഈവൻ മൈനർ മിറ്റിഗേഷൻ ആണെങ്കിൽ പോലും നമ്മൾ പിന്നീട് സബ്സീക്വൻറ്റ് വരുന്ന പുൾ ബാക്കിന് മിറ്റിഗേഷൻ ഇല്ലാതെ കിട്ടുവാണെങ്കിൽ നമുക്ക് എക്സലൻറ്റ് സെറ്റപ്പാണ്. അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത പുൾ ബാക്ക്. സോ സബ്സീക്വൻ്റ്ലി നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം പ്രൈസ് ആക്ഷൻ 3 ക്യാൻഡിൽ കൺസിക്യൂട്ടീവ്ലി താഴേക്ക് വരുവാണ്. സോ ഇതൊരു 3 ക്യാൻഡിൽ പുൾ ബാക്കാണിത്. സോ പ്രൈസിൻ്റെ ആക്ഷൻ ഒരു ക്യാൻഡിലിൻ്റെ ബോഡി അതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുന്നു. ഈവൻ ദിസ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴെ ഈ ഗ്രീൻ ക്യാൻഡിലും കൂടെ ഇൻക്ലൂഡ് ചെയ്താണെങ്കിലും 3 ക്യാൻഡിൽ ഇതുപോലെ പ്രൈസ് ആക്ഷൻ താഴേക്ക് വന്നാലും നമുക്കതിനെ 3 ക്യാൻഡിൽ പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. 361 rupees ഉണ്ട്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ചൊരു വാലിഡ് പുൾ ബാക്കാണ്. ഏത് ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചൊരു വാലിഡ് പുൾ ബാക്കാണ് ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ചൊരു വാലിഡ് ആ പുൾ ബാക്ക് പക്ഷേ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ വീണ്ടും മിറ്റിഗേഷൻ നടന്നു കഴിഞ്ഞു. സോ ഇത് നമ്മളെ സംബന്ധിച്ച് ഇനി വരുന്ന സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ ഇത് നമ്മളെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ അല്ല. പക്ഷേ നമുക്ക് ആ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂട്ടാം. പക്ഷേ നമുക്ക് എൻട്രി സെനാരിയോ വിൽ ബി ചേഞ്ചിങ്. അത് മാത്രമേ ഉള്ളൂ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. എൻട്രി സെനാരിയോ ഓൺലി ഓൺ റീടെസ്റ്റ് നമ്മളവിടെ പ്ലാൻ ചെയ്യും. സപ്പോസ് ഇവിടെ റീടെസ്റ്റ് ഇല്ലാതെ നമ്മൾ എൻട്രിക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എൻട്രി ഇച്ചിരി കെയർഫുൾ ആയിരിക്കും. എൻട്രി സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റ് താഴോട്ട് വരുമ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരും സപ്പോസ് ഇവിടെ ഒരു ഹൈ വന്നു, ഇതുണ്ടോ, ഇവിടെ ഒരു ഹൈ വന്നു. സോ 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പിൽ ഇത് ആക്ച്വലി ഈ ഒരു പ്രൈസ് ആക്ഷൻ 3 ക്യാൻഡിൽ സെറ്റപ്പിൽ ഓൾറെഡി ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. 3 ക്യാൻഡിൽ 4 ക്യാൻഡിൽ 5 ക്യാൻഡിൽ 6 ക്യാൻഡിൽ നോ പ്രോബ്ലം. എത്ര ക്യാൻഡിൽ വേണമെങ്കിലും കൺസിക്യൂട്ടീവ് ആയിട്ട് എല്ലാം കളറ് സെയിം ആയിരിക്കണം, റെഡ് ആയിരിക്കണം. കാരണം എല്ലാം ക്ലോസ് ചെയ്യുന്ന ഒന്നിന് താഴെ ആയിരിക്കണം, ക്ലോസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ റീസെൻ്റ്ലി വന്നാക്കുന്ന ഒരു പുൾ ബാക്ക് ലൈൻ കാണില്ല. ഇവിടെ റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഒരു പുൾ ബാക്ക് ലൈൻ, ഫസ്റ്റ് പുൾ ബാക്ക്, സെക്കൻഡ് പുൾ ബാക്ക്, തേർഡ് പുൾ ബാക്ക്, അങ്ങനെ ആ പുൾ ബാക്കുകൾ തമ്മിൽ നമ്മളൊരു ഫിബ് റേറ്റ് സപ്പോസ് ഇതാണെന്ന് വിചാരിച്ചോ, ഒരു 3 ക്യാൻഡിൽ ഇതായിരുന്നു നമ്മുടെ ഒരു പുൾ ബാക്കിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇവിടുന്ന് ആ വന്നിരിക്കുന്ന ലാസ്റ്റ് പുൾ ബാക്കും ഇതും തമ്മിൽ നോക്കുമ്പോഴത്തേനും ഒരു 78% കറക്ഷണൽ മൂവ് അവിടെ നടക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറിൻ്റെ മൊമെൻറ്റം തന്നെ ലൂസിങ് ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പുൾ ബാക്കിനെ നമ്മൾ സബ്സീക്വൻറ്റ് വരുന്ന മൂവ്മെൻറ്റിൽ പ്രൈസ് ആക്ഷൻ വരുമ്പോഴത്തേനും നമ്മൾ ഇവിടുത്തെ പ്രൈസിന് ഇവിടെ അത്ര ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രൈസ് ഇവിടെ ഇതിന് മാത്രം കറക്ഷണൽ മൂവ് നടക്കുന്നത്. സോ നമ്മൾ മെഷർ ചെയ്യുന്നത് പ്രീവിയസ് പുൾ ബാക്കും ഇതിൻ്റെ ഈ പുൾ ബാക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് എൻട്രി സെനാരിയോയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നത്. ഇതിപ്പം പുൾ ബാക്ക് മാർക്ക് ചെയ്യുമ്പോൾ ദിസ് വിൽ ബി കറക്റ്റ്. സോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ യൂസും കൂടെ നമ്മൾ കവർ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതും കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ ഇവിടെ നമുക്ക് അത് മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അതായത് വന്നുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റം ലൂസാകാൻ പാടില്ല, അതാണ് ഇന്നത്തെ കാര്യം. സോ ഇവിടെ നമുക്കൊരു 3 ക്യാൻഡിൽ കിട്ടി, അത് കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റഡ് ആയിരുന്നു. പക്ഷേ അതൊരു പുൾ ബാക്ക് സെനാരിയോയിൽ കൺഫേം ചെയ്തു. അതിനുശേഷം ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് വരുന്നത്, എന്ത് വരുന്നത്, ഇതിൻ്റെ അടുത്ത പുൾ ബാക്ക് വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് 3 ക്യാൻഡിൽ പുൾ ബാക്കിന് നമ്മൾ ഇവിടെ വെക്കുമ്പോൾ പ്രൈസ് ആക്ഷൻ കൺസിക്യൂട്ടീവ്ലി മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് വീണ്ടും അത് പ്രൈസ് ആക്ഷൻ ഈ ഒരു മൊമെൻറ്റം ലൂസിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൊമെൻറ്റം ഇത് കണ്ടിന്യൂസ്ലി ഇത് മുകളിലേക്ക് പോയി ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നെങ്കിൽ നമുക്കിത് ഈ പുൾ ബാക്ക് ഒരു 3 ക്യാൻഡിൽ വാലിഡ് ഫസ്റ്റ് ലെവൽ ഓഫ് പുൾ ബാക്ക് എന്ന് നമുക്ക് പറയാം. ഒരു പുൾ ബാക്ക് ഒരു വാലിഡ് ആണെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഇതൊരു സൈഡ് വൈസ് മൊമെൻറ്റം ട്രിഗർ ചെയ്തു. അപ്പം അങ്ങനെ സൈഡ് വൈസ് മൊമെൻറ്റം ട്രിഗർ ചെയ്തിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഈ പുൾ ബാക്കിനെ നമ്മൾ വാലിഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ഈ ലൈൻ്റെ മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് നിൽക്കണം. ഇതുപോലെ ഈ ക്യാൻഡിൽ നിൽക്കുന്ന പോലെ കണ്ടോ, ഇതൊരു ഹെൽത്തി ക്യാൻഡിലാണ്, എല്ലാ ഫീച്ചറും ഉള്ള ക്യാൻഡിലാണ്. അപ്പോഴാണ് നമ്മളിതിനെ ഈ പുൾ ബാക്കിനെ നമ്മൾ കറക്റ്റായിട്ടുള്ള പുൾ ബാക്ക്, നമുക്ക് അതൊരു റീകൺഫേംഡ് പുൾ ബാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലൈൻ മാർക്ക് ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പോൾ മാത്രമേ നമ്മളതിനെ മാർക്ക് ചെയ്യത്തുള്ളൂ.
ഇത് ആക്ച്വലി പുൾ ബാക്ക് ആണെന്ന് പറഞ്ഞ് ഇനീഷ്യൽ ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങോട്ട് പ്രൈസ് ആക്ഷൻ പോകുന്നതിനനുസരിച്ച് ഇറ്റ് വാസ് ലൂസിങ് മൊമെൻറ്റം. സോ വൺസ് ലൂസിങ് മൊമെൻറ്റം മാർക്കറ്റ് ട്രിഗർ ചെയ്യുകയോ അല്ലെങ്കിൽ സൈഡ് വേസ് മൊമെൻറ്റത്തിലേക്ക് വരുകയോ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ പുൾ ബാക്കിനെ നമുക്ക് ഫസ്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. വേറെ അത് കൺഫേം ചെയ്യണമെങ്കിൽ ഈ റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ പ്രൈസ് കയറി ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണം. വേറെ നോർമൽ പുൾ ബാക്കിൽ നമ്മൾ വരുമ്പോൾ പ്രൈസ് കയറി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കേണ്ട. ഹൈ ബ്രേക്ക് ചെയ്യുക, നെക്സ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുൾ ബാക്ക്, നെക്സ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്യുന്നു, അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുൾ ബാക്ക്, അങ്ങനെ പോകുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കാണിക്കുന്നതല്ലേ, ഇത് ഹൈ ബ്രേക്ക് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, ദിസ് ഈസ് എ പുൾ ബാക്ക്. ഇത് നോർമലി. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസ് അതിൻ്റെ മുകളിൽ കയറി ടാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇത് ഹൈ ബ്രേക്ക് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തില്ല, ഹൈ ബ്രേക്ക് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തില്ല. സോ ഇത് ഹൈ ബ്രേക്ക് ചെയ്തു, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തു. സോ ദിസ് ഈസ് എ പുൾ ബാക്ക്. ഇത് നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോർമൽ കേസിലെ പുൾ ബാക്ക് ഇത് ചെയ്യുന്ന പോലെ. പക്ഷേ ഇവിടെ 3 ക്യാൻഡിലാണെങ്കിലും സിംഗിൾ ക്യാൻഡിലാണെങ്കിലും സൈഡ് വേസ് മൊമെൻറ്റം ഇതുപോലെ ട്രിഗർ ചെയ്യുകയാണെങ്കിൽ റീസെൻ്റ്ലി വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ പ്രൈസ് കയറി ക്ലോസ് ചെയ്ത് പ്രൈസ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളതിനെ റീകൺഫേംഡ് പുൾ ബാക്ക് എന്ന് പറയും. വേറെ നമുക്കിവിടെ മിറ്റിഗേഷണൽ മൂവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന പുൾ ബാക്കിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ടാപ്പ് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, യൂഷ്വലി റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെങ്ത് സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ ടച്ച് വരുമ്പോഴത്തേനും എൻട്രി സെനാരിയോ വിൽ ബി ചേഞ്ചിങ്. അതാണ് ഇതിനകത്തെ കീ പോയിന്റ്. സോ ഇത് ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ തോട്ട് പ്രോസസ്സ്. സോ നമ്മൾ ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഇൻ ടൈംസ് ഓഫ് ഇതിൻ്റെ പ്രൈസ് ഡെലിവറിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പുൾ ബാക്കിൻ്റെ കംപ്ലീറ്റ് സെനാരിയോ മാർക്ക് ചെയ്ത് പോകുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രൈസ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും സൈഡ് വേസ് മൊമെൻറ്റം വന്നു ഇതിന് മുകളിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് പുൾ ബാക്ക് സെനാരിയോ ഒന്നും ക്വാളിഫൈ ചെയ്യുന്നില്ല. ഇനി അതിനുശേഷം വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ മുകളിൽ പ്രൈസ് ടൈപ്പ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതൊരു പുൾ ബാക്ക് സെനാരിയോ ആണ്. ഈ പുൾ ബാക്ക് സെനാരിയോ ആക്ച്വലി നമ്മൾ ഇതേ സംബന്ധിച്ച് ഹൈ വന്നു കഴിഞ്ഞാൽ ഇത് ലോ ബ്രേക്ക് ചെയ്തു. സോ ഇതൊരു പുൾ ബാക്കാണ്, ബിക്കോസ് ഹൈയും ലോയും ബ്രേക്ക് ചെയ്തല്ലോ. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ഇവിടെ ഹൈ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് സിംഗിൾ ക്യാൻഡിലാണ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറൽ സെറ്റപ്പ്. അപ്പം ഇപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്നു, ഇതിൻ്റെ ഇതാണ് ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബുള്ളിഷ് മാർക്കറ്റിൽ മുകളിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഇതിന് മുകളിൽ കയറി പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ നമ്മൾ ഇത് നോക്കുന്നത്. ഇനിയിപ്പോൾ കറക്ഷണൽ മൂവ് നടക്കുകയാണ്. സോ കറക്ഷണൽ മൂവ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമുക്കിവിടെ ഒരു 3 ക്യാൻഡിൽ ട്രേഡ് ഓൾറെഡി നമുക്ക് കിട്ടി. 3 ക്യാൻഡിൽ റീകൺഫേംഡ് 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പ് നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ ഈ കിട്ടിയാക്കുന്ന 3 ക്യാൻഡിൽ ട്രേഡ് സെറ്റപ്പിന് നമ്മൾ എന്താണ് ക്വാളിഫൈ ചെയ്യുന്നത്, എക്സാക്ട്ലി ഇവിടെ ഈ ലൈൻ വന്ന് റിജക്റ്റ് ചെയ്യുന്നു. സോ എന്തുകൊണ്ടാണ് ആ ലൈൻ അവിടെ വന്ന് റിജക്റ്റ് ചെയ്യുന്നത്? സോ നമ്മൾ ഈ 3 ക്യാൻഡിലിൻ്റെ ബോഡി ലെവലിൽ ഒരു ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. സോ എക്സാക്ട്ലി ആ ബോഡി ലെവലിലോട്ട് കറക്റ്റായിട്ട് ടാപ്പ് ചെയ്ത് വെക്കുമ്പോൾ ആ ലൈൻ എക്സാക്ട്ലി വന്ന് ടാപ്പ് ചെയ്തിട്ട് പോകുന്നു. സോ ഇവിടെ ഇത്ര ഒരു ഡിഫറൻസിൽ അത് ടാപ്പ് ചെയ്ത് കിട്ടിയിട്ടില്ല. സോ ഇവിടുന്ന് പ്രൈസ് വന്ന് ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുമ്പോഴേ നമുക്കറിയാൻ പറ്റും അവർ ലെവൽസ് 3 ക്യാൻഡിൽ ഈസ് ബീങ് റെസ്പെക്റ്റഡ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഈ ലെവലിൽ താഴെ പ്രൈസ് വന്നില്ല? ബിക്കോസ് ഇവിടെ 1 ടൈം 2 ടൈം 3 ടൈം 4 ടൈം 5 ടൈം ഓൾറെഡി ഈ ഏരിയ കംപ്ലീറ്റ്ലി പല പ്രാവശ്യമായിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി മിറ്റിഗേറ്റ് ചെയ്യാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലിൽ ഈ ഏരിയ വരെയാണ് വന്നിരിക്കുന്നത്. സോ ഇങ്ങനത്തെ മൈന്യൂട്ട് പോയിൻറ്റ്സ് നമ്മൾ ഇങ്ങനത്തെ മിറ്റിഗേഷൻ കാണുമ്പോൾ നമ്മൾ പല ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡ് സെറ്റപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏത് ചാർട്ടിൽ എനി ടൈപ്പ് ഓഫ് അസറ്റ് ക്ലാസ്സിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളുടെ ഏരിയ ഓഫ് ടാർഗറ്റ് ഓർ നമ്മുടെ ഏരിയ ഓഫ് എൻട്രി ലെവൽ എന്ന് പറയുന്നത് നമ്മളൊരു ഇച്ചിലൂടെ ഇവിടെ ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ബെയറിഷ് സെനാരിയോയിലും ഇതുപോലത്തെ ഏരിയ കാണുവാണെങ്കിൽ യു ഹാവ് ടു ഫിക്സ് യുവർ ടാർഗറ്റ് ജസ്റ്റ് ബിഫോർ ദാറ്റ്. മനസ്സിലായോ? അതിന് തൊട്ട് മുന്നോടിയായിട്ട് നമ്മൾ ടാർഗറ്റ് വെക്കും. സോ അതെന്തിനാണ്? ബിക്കോസ് യു ആർ ഓൾസോ പോലീസ്മാൻ. അതാണ് അതിനകത്തെ കാര്യം. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരായിക്കൊണ്ടിരിക്കും. അതാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മളും വിജിലൻ്റ് ആയിട്ട് നമ്മളും വളരെ കാൽക്കുലേറ്റഡ് മൂവ് നമ്മൾ നടത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ്. സോ വെരി സിമ്പിൾ പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മേ ബി ഒരു 1 more വീഡിയോ ഞാനൊരു വേറൊരു 1-2 സ്ട്രക്ചറും കൂടെ ഫൈനലി ഇട്ട് നമുക്ക് നോക്കിയിട്ട് ബെയറിഷും ബുള്ളിഷും എല്ലാ സിനാരിയോയിലും കവർ ചെയ്തിട്ട് നമുക്ക്
ഈ ഒരു പുൾ ബാക്കിൻ്റെ ഡീറ്റെയിലിംഗ് നമുക്ക് ഫൈനലി വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിൽ ഡൗട്ട് റിമൈനിങ് ആണെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ എഴുതി കഴിയുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പുതിയ വീഡിയോ ഒരെണ്ണം കൂടെ ഇറക്കി ക്ലാരിഫൈ ചെയ്ത് കംപ്ലീറ്റ്ലി ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമുക്ക് അടുത്ത ലെസണിലേക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെല്ലാവരും നല്ലപോലെ പഠിക്കുക. താങ്ക് യു വെരി മച്ച്. നല്ല നല്ല കമൻസുകൾ എഴുതുക. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ.